കൂടുതൽ ചാരണ്ട, തന്റെ കറുപ്പതിൽ പിടിക്കും. പിന്നെ എന്റെ തന്തയ്ക്ക് വിളിച്ച തനിക്ക് ഇവിടെ ജോലിയൊന്നും കിട്ടാൻ പോകുന്നില്ല. ഇനി അഥവാ കിട്ടിയാൽ തന്നെ ഗിയർ മാറ്റുമ്പം പോലും മിന്നുവിനെ വിളിച്ച് അനുവാദം വാങ്ങിയിരിക്കണം. അത്തരം കാര്യങ്ങളിൽ മിന്നു കർക്കശക്കാരിയാണ്. നോക്കിയോ. ഹലോ മിന്നുമോളെ, മഞ്ജുലേട്ടൻ ഗിയർ മാറ്റട്ടെ? ഫസ്റ്റ് ഗിയറിലിട്ടോ മഞ്ജുലേട്ടാന്ന്. പാവം, അമ്മായി മരിക്കുമ്പോൾ മിന്നുമോൾക്ക് 12 വയസ്സായിരുന്നു. അന്നാണ് അവളുടെ ജീവിതത്തിൽ അത് സംഭവിച്ചത്. എന്ത് ദുരന്തം? ഐ മീൻ ട്രാജഡി. കളിച്ച് ചിരിച്ച് പ്രണയിച്ച് SMS അയച്ച് ആടിപ്പാടി നടക്കേണ്ട പ്രായത്തിൽ, അതായത് വെറും 12ാമത്തെ വയസ്സ്, പാവ മിന്നുമോള് പെട്ടെന്ന് പ്രായപൂർത്തിയായി. ഐ മീൻ പക്വതയ്ക്ക് അഡിക്റ്റായി പോയി. മിന്നുമോള് തിരക്കിലാണോ? അല്ല, തിരക്കാണേ അമ്മായി പിന്നെ വരാട്ടോ. അമ്മായിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാ പറയും. അയ്യോ, പറയാനല്ല, മോക്കൊരു ഗിഫ്റ്റ് തരാൻ വേണ്ടിട്ടാ. ഇതെവിടുന്നാ? അമേരിക്കന്നാ. ഒബാമ കൊടുത്തയച്ചതായിരിക്കും. മിന്നുന്റെ ഒരു തമാശ. ഇത് മോക്ക് തരാൻ വേണ്ടി അമേരിക്കന്ന് എന്റെ മോൻ രാഹുൽ കൊടുത്തയച്ചതാ. അമ്മായി ഇതെന്നെ തുറക്ക്. ഞാനോ? ആ, എന്തൊക്കെയാ അതിനകത്തുനിന്ന് കാണാലോ. ഓ അങ്ങനെ. അയ്യോ, ദേ മൊബൈൽ ഫോൺ. കൊള്ളാലോ. അവന്റെ ഒരു ഫോട്ടോ മോക്ക് എപ്പോഴും കാണാൻ വേണ്ടി അവൻ കൊടുത്തു വിട്ടതാ. പിന്നെ വേറെ സാധനം കൂടി ഉണ്ട്. ഒരു ലെറ്റർ. ഓ, ലവ് ലെറ്റർ ആണോ? കള്ളനാണവൻ. അമ്മായി തന്നെ വായിക്കും. അയ്യോ, അത് ഞാനാ വായിക്കാനാ പറഞ്ഞേ. ഇപ്പൊ അങ്ങനെ അത്ര വിളിക്കാറ്. ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്കറിയാമോ? അയ്യോ, നിന്നെ കുറിച്ചുള്ള ഓർമ്മകളുമായി ഓരോ രാത്രിയും തള്ളി നീക്കുകയാണ്. അയ്യോ പാവം. ഞാൻ എന്നും നിന്റെ ഫോട്ടോയിൽ മുത്തമിടാറുണ്ട്. അയ്യോ വിശ്വാസം. നീ ചിന്തിക്കുന്നുണ്ടാവും നിന്റെ ഫോട്ടോ എങ്ങനെ എനിക്ക് കിട്ടിയെന്ന്. അമ്മ എനിക്ക് രഹസ്യമായിട്ട് അയച്ചു തന്നതാ. ഞാനറിയാതെ എന്റെ ഫോട്ടോ മകൻ എത്തിച്ചു കൊടുക്കാം. മകന്റെ പ്രണയലേഖനങ്ങളെ സമ്മാനങ്ങളെ എനിക്ക് എത്തിച്ചു തരിക. നിങ്ങൾ എന്റെ അമ്മായിയായി പോയി. മിന്നുമോളെ, അത് പ്രായമാവുമ്പോഴെങ്കിലും പെണ്ണുങ്ങൾക്ക് ഇത്തിരി പക്വത ഉണ്ടാവണം. എടാ മഞ്ജുള, നിന്നോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാ, യാതൊരു ലൈസൻസും ഇല്ലാതെ മിന്നു വിളിച്ചോണ്ട് അവിടെ പുറകെ നടക്കരുതെന്ന്. അവളെ ഞങ്ങളുടെ മോൻ കെട്ടാൻ പോകുന്ന പെണ്ണാ, അതറിയോ? എന്റെ അമ്മാവന്റെ മകളെ പേരെടുത്ത് വിളിക്കാൻ ഞാൻ ഇനി ഈ വീട്ടിൽ ലൈസൻസ് എടുക്കണോ? നീ വിളിച്ചോടാ മോനെ. അതെ, ഇവന് മിന്നുവിനോടൊരു മോഹം ഉണ്ടെങ്കിൽ ഏട്ടൻ മിന്നുവിനെ ഇവന് തന്നെ കെട്ടിച്ചു കൊടുക്കും. ഞാൻ ഒരു വാക്ക് പറഞ്ഞാ മതി. ഏതാണ് വാക്ക്? ഞാൻ എഴുതിയെടുക്കും. പോടാ കിഴങ്ങ. അമ്മ ഇത് കുഴപ്പമില്ല. മണ്ടാ, എന്താ അമ്മേ? നീ മിന്നുവിന്റെ ഭർത്താവായി കാണാനല്ല ഈ അമ്മയുടെ ആഗ്രഹം. പിന്നെ മിന്നു ഗ്രൂപ്പിന്റെ മാനേജർ ആവണം. അതാണോ അമ്മയുടെ അന്ത്യാഭിലാഷം? അതെ. എങ്കിലത് നടക്കില്ല അമ്മേ. അതെന്താ? ഓഫീസിൽ ഒരു മോണോവർമ്മ, വീട്ടിൽ മോണോവർമ്മയുടെ ഭാര്യ സ്റ്റീരിയോ ചന്ദ്രമതിയാണ്. ഇവര് രണ്ടുപേരും കൂടെ ചേർന്ന് നമ്മളെ വഴിയാതാരാക്കും അമ്മേ. അതിനിപ്പോ എന്താ സംഭവിച്ചത്? എന്ത് സംഭവിക്കാൻ? ഇന്ന് ഡ്രൈവറാകാൻ വന്നവൻ മോണോവർമ്മയുടെ ഒത്താശയോടെ പരസ്യമായിട്ട് എന്നെ തന്തയ്ക്ക് വിളിച്ചു. ഞാൻ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. അവനെ വെറുതെ വിടരുത് മോനെ, ബാല്യക്കാരെ കൊണ്ട് തല്ലിക്കണം. എന്നിട്ട് വേണം എന്റെ പൊലകുളി അടിയന്തരം ഈ വീട്ടിൽ വെച്ച് നടത്താൻ. അതൊന്നും വേണ്ട. അമ്മാവനോടൊന്ന് പറഞ്ഞാ മതി അവനെ ഡ്രൈവറാക്കണ്ടെന്ന്. ഞാൻ ഏട്ടനെ ഒന്ന് കാണട്ടെ. കൊള്ളാം. ഇന്റർവ്യൂവിന് വന്ന ദിവസം തന്നെ നീ എന്റെ മരുമകന്റെ അച്ഛനെ വിളിച്ചു. താൻ ഒന്നും പറയണ്ട. ഈ നിൽക്കുന്നത് ആരാണെന്ന് തനിക്കറിയാമോ? എന്റെ ഒരേ ഒരു സഹോദരി, ഇവളുടെ മകനും, അതായത് എന്റെ മരുമകൻ. എടോ, എന്റെ ശാരദ ഭർത്താവിന്റെ കൂടെ കുറച്ചു കാലം മാത്രമേ ജീവിച്ചുള്ളൂ. ഇവന്റെ കുഞ്ഞിക്കാല് കണ്ടതിന് ശേഷം പിന്നെ എന്റെ ശാരദയ്ക്ക് ദാമ്പത്യ ജീവിതം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എന്റെ പൊന്ന അന്നി, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഇങ്ങൊന്നേ, പേഴ്സണൽ ആയിട്ട് പറയുക, ഐ ആം പ്രൗഡ് ഓഫ് യു. അതുകൊണ്ട് ആന്റണിയെ ഇവിടുത്തെ ഡ്രൈവറായി നിയമിക്കാൻ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ പേഴ്സണൽ ആയിട്ട് പറഞ്ഞാ പാറല്ല. മിന്നുന്റേതാ അവസാന വാക്ക്. അവസാന വാക്ക് മിന്നുന്റേതാ, പക്ഷെ തീരുമാനമെന്നും എന്റെ അമ്മയുടേതാ.
മിന്നുമോളെ ഇവനെ എന്റെ തന്തയ്ക്ക് അറിഞ്ഞു. മഞ്ജുലേട്ടാ, കാറിന്റെ ചാവി എന്റെ കയ്യിലുണ്ട് മോളെ. മോൾക്ക് എവിടെ പോണോന്ന് പറഞ്ഞാ മതി. മഞ്ജുലേട്ടൻ റെഡി. പറഞ്ഞ കേട്ടില്ലേ? ഇറങ്ങി പോടാ. ആ ചാവി അയാളുടെ കയ്യിൽ കൊടുക്കും. പറഞ്ഞ കേട്ടില്ലടാ. എന്നാടാ, ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കില്ല. ഞാൻ അകത്ത് പോയി കിടക്കാൻ പോണു. മഞ്ജുലേട്ടൻ ഗിയർ മാറ്റട്ടെ? മാഡം ഗിയർ മാറട്ടെ? ചേട്ടൻ കല്യാണം കഴിച്ചാണോ? അതെ. ഏയ് കല്യാണം കഴിച്ചിട്ടില്ല. എനിക്ക് തോന്നി. ഞാനും കഴിച്ചിട്ടില്ല. സുമേ, ആ തോറിന്റെ പാത്രങ്ങൾ എടുത്തോളൂ. ഇതെന്താണ് മൊബൈലിൽ ഇത്ര പേർക്ക് കാണാൻ? ഞാൻ ഗെയിം കളിക്കുക. 9,000 പോയിന്റായി. 10,000 ആക്കണം. വേഗാക്ക്, എന്നിട്ടാണ് മാമുണ്ടായി. അതൊരു പാവാ. മൊബൈല് കിട്ടിയാ പിന്നെ ഭക്ഷണം കൂടി വേണ്ട. എന്റെ അനിയത്തിയാ സുമ. ഈ വെളുത്ത ചോറിന്റെ മുൻപിൽ ഇരിക്കുന്ന ചേട്ടനെ കാണുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നാ. സത്യം പറയാലോ, ഈ ചുറ്റുമതിലിനുള്ളിൽ വന്നേ പിന്നെ ഇതുപോലൊരു കറുത്ത മനുഷ്യനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇതിപ്പോ പൂരത്തിന്റെ ഇടയിൽ ആനെ കാണുന്ന പോലുണ്ടല്ലേ ചേച്ചി? ഈ കറുപ്പ് അച്ഛന്റെയോ അതോ അമ്മയുടെയോ? അച്ഛമ്മയുടെ. എനിക്ക് ഈ കറുപ്പ് ഇഷ്ടം. പേരാദിത്യവർമ്മ. രാജരക്തത്തിൽ ജനനം, എന്റെ കൈകൊണ്ട് മരണം. ആദിത്യവർമ്മ. യെസ്. മാഡം ഗുഡ് മോർണിംഗ്. You are a best performing artist. താങ്ക്സ്. ആണോ? മുഖത്ത് നവരസങ്ങൾ ഇങ്ങനെ അലതലകയല്ലേ? ഇടയ്ക്ക് ഇങ്ങനെ തല്ലാറുണ്ട്. കലാമണ്ഡലത്തിൽ പഠിച്ചിട്ടുണ്ടോ? ഓ മൈ ഗോഡ്. ആ രൂപ വേണ്ടല്ലേ? ടെക്നോളജിയുടെ ഒരു പോക്കേ. ആളറിയാതെ പറ്റിയതാ. ഇരിക്കാനല്ലേ പറഞ്ഞേ? ആ സർട്ടിഫിക്കറ്റ്സ് ഇങ്ങ് തരൂ. എല്ലാ സർട്ടിഫിക്കറ്റ്സും ഉണ്ട്. നിനക്കെന്താടാ വല്ല മൂൽ എങ്ങനെ മിന്നുമോളെ എല്ലാ സർട്ടിഫിക്കറ്റും ഉണ്ടാ നോക്ക്. സപ്രത്തിന് വേറെന്തോ പറയാൻ വന്നാണ് ഞാൻ പെട്ടെന്ന് മറന്നുപോയി. വേണ്ടായിരുന്നു. ഇതിനകത്ത് സ്കാനിംഗ് റിപ്പോർട്ട് ഇല്ലല്ലോ. സ്കാനിംഗ് റിപ്പോർട്ടോ? ഇവിടെ ജോലി ചെയ്യണമെങ്കിൽ ഹോൾ ബോഡി സ്കാനിംഗ് റിപ്പോർട്ട് നിർബന്ധം. അത് മാത്രം പോരാ, നീ രാജരക്തത്തിൽ പിറന്നാണോന്ന് അറിയാൻ വേണ്ടിട്ട് രക്തം, കഫം, മലം, മൂത്രം എല്ലാം എനിക്ക് ടെസ്റ്റ് ചെയ്യണം. ഇല്ലേ മിന്നു? എത്രയും പെട്ടെന്ന് സ്കാനിംഗ് റിപ്പോർട്ട് കൊണ്ടുവരും. ഇത് മിന്നുവിന്റെ പുതിയ തീരുമാനമാണ്. ഇതറിയാതെ പലരും ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഞാൻ ശരിയാക്കി തരാം. മാഡം, ആളറിയാതെ പറ്റിപ്പോയ അബദ്ധത്തിന് ക്ഷമ ചോദിക്കുന്നു. അതിനുള്ള ശിക്ഷയാണ് ഈ സ്കാനിംഗ് എങ്കിൽ ഞാൻ ചെയ്തിട്ട് വരാം. പക്ഷെ ഈ വേക്കൻസിയിൽ എന്നെ തന്നെ പരിഗണിക്കണം. ഇയാൾ അധികം സംസാരിക്കണ്ട. പോയി സ്കാനിംഗ് റിപ്പോർട്ടുമായി വാ, എന്നിട്ട് തീരുമാനിക്കാം എന്ത് വേണമെന്ന്. ആദിത്യവർമ്മ, ഒരു ടൈ കെട്ടിയത് കൊണ്ട് മാത്രം ഒരാണും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആവില്ല. ചെല്ല്. മേഡം, ഇതുവരെ ഇല്ലാത്ത ഓരോ നിയമങ്ങൾ കൊണ്ടൊന്നും ഞങ്ങൾ വലഞ്ഞു പോട്ടാ. എനിക്കാണ് ഈ ഹെർണിയുടെ അസുഖങ്ങളിൽ ഒരാഴ്ചയായിട്ട് മൂത്രം പോട്ടില്ല. പെട്ടെന്ന് ഇങ്ങനെ സ്കാൻ ചെയ്യണം, മലമൂത്രമൊക്കെ പരിശോധിക്കുന്നത് ഞങ്ങൾ എന്ത് ചെയ്യണം അല്ലേ? ആര് പറഞ്ഞു? ഞാനാണ് പറഞ്ഞത്. അതെ, മിന്നു മനസ്സിൽ തീരുമാനിക്കുമ്പോൾ ഞാൻ മദ്രാസിൽ കാണും. നിങ്ങൾ ചെല്ല്. പെട്ടെന്ന് പോകാം. ദേവി സ്കാൻ സെന്ററിൽ ചെന്ന് ടെസ്റ്റ് ചെയ്താൽ മതി. എല്ലാരും പോണമെന്നില്ല. എല്ലാവരുടെ മൂത്രവും കൂടെ ഒരു കുപ്പിക്കകത്ത് ഒഴിച്ചു വാങ്ങിച്ചിട്ട് നീ കൊണ്ടുപോയാൽ മതി. സ്കാൻ ചെയ്തില്ലെങ്കിൽ എല്ലാത്തിന്റെ ഇൻക്രിമെന്റ് കട്ട് ചെയ്യൂന്ന് പറഞ്ഞപ്പോ സത്യം എല്ലാരും പേടിച്ചു പോയി. മഞ്ജുലേട്ടൻ പോ. അല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ ടെസ്റ്റ് ചെയ്തേ. Get out. ശരി.